കേരള പി എസ് സിയുടെ ഗ്ലാമറസ് പോസ്റ്റുകളിലൊന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകളിലൊന്നാണ്. പ്രധാനപ്പെട്ട ഡിഗ്രി ലെവലിൽ നമ്മൾ പറയുമ്പം കമ്പനി കോർപ്പറേഷനിൽ നമ്മൾ അസിസ്റ്റൻറ്റ് എക്സാമുകൾ വരാറുണ്ട്. ദെൻ കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമുകളുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമുകളുണ്ട്. അതിൽ തന്നെ കമ്പനി കോർപ്പറേഷനിൽ വരുമ്പം അത് കോർപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടി മികച്ച ഓഫറുകളിലേക്ക് നമുക്ക് വരുന്നവയാണ്, അല്ലെങ്കിൽ കൂടുതൽ നല്ല എക്സാമുകളായിട്ട് പരിഗണിക്കപ്പെടുന്നവയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമുകൾ. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമുകൾ ഇതിൽ മുൻപ് നമുക്ക് നടന്നിരിക്കുന്നത് 2 തവണയാണ്. ആ 2 തവണ എക്സാമുകൾ നടന്നു. അതിൻ്റെ രണ്ടാമത്തെ ലിസ്റ്റ് ഈ 2023 കൂടി അവസാനിക്കും, പകുതിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം നമ്മൾ പുതിയ ലിസ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് നമ്മളിപ്പം പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറയുന്നത്, ഇപ്പം തൊട്ട് മുൻപ് നടന്ന എക്സാമിൽ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിൽ 1040 പേരാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ 1040 പേര്, ദെൻ സപ്ലിമെൻ്ററി ലിസ്റ്റ്. അപ്പോൾ അതിൽ ഏകദേശം 700 പേർക്ക് മുകളിൽ, ഏകദേശം 800-നടുത്ത് തന്നെ പറയാം, അത്രയും പേർക്ക് ഓൾറെഡി അഡ്വൈസ് അയക്കപ്പെട്ടു. അപ്പം അത്രത്തോളം നിയമനങ്ങൾ നടക്കുകയാണ്. ഇനിയാണെങ്കിലും നമുക്ക് ഏകദേശം കുറച്ച് മാസങ്ങൾ കൂടി ലിസ്റ്റ് തീരാൻ ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നിയമനങ്ങൾ നടക്കും. അപ്പോൾ 1000-ഓളം നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാം. അതിലേക്ക് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ കൊച്ചിൻ, കാലിക്കറ്റ്, കണ്ണൂർ, കേരള, MG, കാർഷിക സർവകലാശാല, നമ്മുടെ ആരോഗ്യ സർവകലാശാല, ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടക്കുക. ദെൻ ഇതിനകത്ത് 2016, 2018, ദെൻ 2022. അപ്പോൾ ഈ 2022 നോട്ടിഫിക്കേഷൻ വന്നു. 2023 നമുക്ക് പരീക്ഷ നടക്കും. ഈ 2023 പകുതിയോടുകൂടി നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുവരെ നമുക്കൊരു കൺഫർമേഷൻ വരാത്ത കാര്യമെന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നിലവിൽ 2 ടയർ എക്സാംസ് ആണ് നടക്കുന്നത്. അതായത് പ്രിലിമിനറി എക്സാംസ്, ഒരു സിലബസ് നമുക്ക് സെപ്പറേറ്റ്ലി ഉണ്ടാവും. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ആയി വരുന്നവർക്ക് നമുക്കൊരു മെയിൻ എക്സാമിലേക്ക് സെലക്ട് ചെയ്യപ്പെടും. അപ്പോൾ 2 സിലബസുകളിലാണ് നമുക്ക് പരീക്ഷ നടക്കാറുള്ളത്. പക്ഷേ മുൻകാലങ്ങളിലെ യൂണിവേഴ്സിറ്റി, അതായത് 2016, 2018 വർഷങ്ങളിലെ എക്സാമുകൾ പ്രകാരം നമുക്ക് അത് വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ, നമുക്ക് ഒരു ഒറ്റ ടയർ എക്സാംസ്, ഒരു സിംഗിൾ ടയർ എക്സാംസ് ആണ് നടക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് മുൻകാലത്തെ അതേ സിലബസും അതേ ഇൻഡെക്സും ബേസ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ മെയിൻ എക്സാംസിലേക്ക് മാറ്റി വരികയാണെങ്കിൽ ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണ് ഇതിൽ വരിക. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുന്നതെന്നും അതിനെ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം, യൂണിവേഴ്സിറ്റി എക്സാമിനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം, നമുക്ക് മികച്ച റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇപ്പോൾ 2016, 2018, 2022 നോട്ടിഫിക്കേഷൻ, 2023 ഏകദേശം 9-ാം മാസത്തോടു കൂടി ആ ലിസ്റ്റ് അവസാനിക്കും. നമ്മളിപ്പോൾ നോക്കുക, അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, ഇതിന് മുൻപത്തെ നോട്ടിഫിക്കേഷൻസ്, അതിൽ നമ്മൾ നോക്കുക ഡേറ്റ് ഓഫ് എഫക്റ്റ്, അതായത് 2020 മുതലാണ് നിയമനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വിത്ത് എഫക്റ്റ് ആ ലിസ്റ്റ്, ഇതിനും ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് അത് എഫക്റ്റിൽ വന്നിട്ടുള്ളത് 2020 കൂടിയാണ്, 2020 9-ാം മാസത്തോടു കൂടിയാണ്. അപ്പോൾ 20 9-ാം മാസം, 21, 22, 23 9-ാം മാസത്തോടു കൂടി 3 വർഷം കംപ്ലീറ്റഡ് ആവും. അപ്പോൾ 2023 ലിസ്റ്റ് കംപ്ലീറ്റഡ് ആവും. അന്ന് മുതൽ നമുക്ക് പുതിയ ലിസ്റ്റ് നിലവിൽ വരും. അപ്പോൾ നമ്മൾ നിലവിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് 2020 ആണ് ഇത് എഫക്റ്റിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം 2022 ലാസ്റ്റ്, അതായത് 2029 നവംബർ മാസം, ഇപ്പം നിലവിൽ നമ്മളിത് വീഡിയോ ചെയ്യുന്ന സമയത്തിന് മുൻപ് നടന്ന ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 2022 നവംബർ മാസം 24-ാം തീയതിയാണ്. അപ്പോൾ 776 അഡ്വൈസ് ആണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനിയും ഏകദേശം നമുക്ക് 10 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ ഈ 10 മാസത്തോളം സമയം വരുമ്പോൾ കുറച്ച് വേക്കൻസീസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടും. ഏകദേശം നമുക്ക് എങ്ങനെ പോയാലും 1000-നടുത്ത് വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം. അപ്പോൾ 1040 പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും തന്നെ നിയമനത്തിൽ ഉണ്ടായിരിക്കും. നിയമനം നടക്കുന്നൊരു എക്സാമാണിത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ഏകദേശം 1000-ഓളം നിയമനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വെച്ചാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ 10 പാർട്ടുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ 10 പാർട്ടുകളിൽ ഓരോ പാർട്ടിനും 10 മാർക്ക് വീതം. ഓക്കെ, അങ്ങനെ 10 പാർട്ടുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാത്സിനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് അതിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 2 മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ്. ഈ 2 പോർഷൻസ് ആയിട്ട് അതിൽ പരിഗണിക്കപ്പെട്ടു. അതിൽ ഈ 2 പോർഷൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 10 മാർക്ക്. അതിൽ ഏതൊക്കെയാണ് ഭാഗങ്ങൾ വന്നിരിക്കുന്നത്? ഒന്ന് നമ്പേഴ്സ്, ടെസ്റ്റ് ഓഫ് ഡിസബിലിറ്റി, HCF ആൻഡ് LCM, simplification, ratio and proportions, percentage, interest, time and work, time and distance, area, volume,
കലണ്ടർ, ക്ലോക്സ്, ട്രെയിൻസ്, പ്രോബ്ലംസ് ഓഫ് ഏജ്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിലബസിൽ കാണാൻ പറ്റുന്നത് നോർമലി നമ്മൾ ഏതൊരു PSC എക്സാമിനും പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ പോലും നമുക്ക് ഈ 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നേടാൻ കഴിയും. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ്, കാൽക്കുലേഷൻ ആൻഡ് ലോജിക്, കോഡിംഗ് ആൻഡ് ഡികോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സിനോണിം, അന്റോണിം, ലെറ്റർ ആൻഡ് നമ്പർ സീരീസ്, ഓഡ് മാൻ ഔട്ട്, analogy, common sense test, alphabetical arrangement of words, date and calendar, sense of directions. So അപ്പോൾ ഈ ഒരു പാട്ടിൽ നോക്കുകയാണെങ്കിലും നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങൾ തന്നെയാണിത്. അപ്പോൾ ഡിഗ്രി ലെവൽ ഏതൊരു എക്സാമിന് നമുക്ക് പഠിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിംഗിൽ നിന്നും 10 മാർക്സ് ഈച്ച്. അപ്പോൾ ടോട്ടൽ 20 മാർക്സ് ആണ് നമ്മൾ മാത്സിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ജനറൽ സയൻസ്. അപ്പോൾ ഈ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കോമൺ സയന്റിഫിക് ഫാക്ട്സ്, ഇമ്പോർട്ടൻറ്റ് സയന്റിഫിക് ഫിനോമൻ, അതർ ബേസിക് ഫാക്ട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുക. അതായത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പഠിക്കണം. സോ നമ്മൾ ഡെയിലി ലൈഫ് സയൻസ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്നോവേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളതിൽ പഠിക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മളിപ്പോൾ പുതിയ ഡിഗ്രി ലെവൽ സിലബസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ കമ്പനി കോർപ്പറേഷനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഓക്കെ, ഇന്നോവേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് സയൻസ് ഓൺ ടെക്നോളജി. അപ്പോൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സ്കോപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സിലബസിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ നമ്മൾ സയൻസ് എന്തായിട്ടും പഠിക്കണം. അപ്പം ബേസിക് സയൻസിൻ്റെ കൂടെ നമ്മൾ ISRO, DRDO, ഡിഫൻസ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സയൻസിൻ്റെ പോർഷനിൽ നിന്ന് ഈസി ആയിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞ എക്സാമുകൾക്ക് 10 മാർക്കാണ് സയൻസിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് വരുന്നത് ഡിഫൻസ് പോർഷൻസ്, DRDO ഉണ്ടാവും, ISRO ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കതിൽ കൂടുതലായിട്ട് പഠിക്കാനുണ്ടാവുക. അപ്പോൾ സെയിം സിലബസ് തന്നെയാണ്. ദെൻ മൂന്നാമത്തെ വരുന്ന കറണ്ട് അഫെയർ. നമുക്കിപ്പോൾ അറിയാം കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കിലും നമുക്ക് അതിൻ്റെ കൂടെ പ്ലസ് കറണ്ട് അഫെയർ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫെയർ ഒരു സെപ്പറേറ്റ് പോർഷൻ ആയിട്ട് പറയാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓരോ ടോപ്പിക്കിലും നമുക്ക് കറണ്ട് അഫെയർ പറയാറുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്ക് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 5th പോർഷൻ എന്ന് പറയുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. സോ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി രണ്ടും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ഇപ്പം ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽസ്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ്. അപ്പോൾ ഈ ഒരു പോർഷൻസിൽ മൊത്തം പറയുന്നത് ജിയോഗ്രഫിക് ആണ്. അപ്പോൾ ജിയോഗ്രഫിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഇതിനകത്ത് നോക്കുക ഡെവലപ്മെന്റ്, പോവർട്ടി, അലിവിയേഷൻ, എക്കണോമി ആൻഡ് പ്ലാനിംഗ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പീരിയഡ് ഫ്രം 1857 to 1947. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി 2 പോർഷൻസ് നമ്മൾ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ പോർഷനിൽ കഴിഞ്ഞ എക്സാമിന് നമ്മൾ 18 നടന്ന എക്സാംസിൽ നമുക്കതിൽ വന്നിരിക്കുന്നത് ഈ 2 പോർഷനും കൂടി 10 മാർക്കിൻ്റെ എക്സാമാണ് നടന്നിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫാക്ട്സ് അബൌട്ട് കേരള. ഓക്കെ, അപ്പോൾ ഈ ഫാക്ട്സ് അബൌട്ട് കേരള എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ജിയോഗ്രഫിക്കൽ ഫാക്ട്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, സോയിൽസ്, റിവേഴ്സ്, ഫേമസ് സൈറ്റ്സ്, ജോഗ്രഫി തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുക. അതിനുശേഷം വന്നിരിക്കുന്നത് റിനൈസൻസ് ഓഫ് കേരള. നമ്മൾ എന്ത് പറയാം? റിനൈസൻസ്. അപ്പോൾ റിനൈസൻസ് പറയുന്ന സമയത്ത് നമ്മൾ നോക്കുക ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ്, മൂവ്മെന്റ്സ്, ലീഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സെട്ര. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതും നമ്മൾ ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും പഠിക്കുന്നവ തന്നെയാണ്. അപ്പൊ റിനൈസൻസ്, ദെൻ നമ്മൾ അതിന്റെ ജിയോഗ്രഫിക്കൽ പാർട്ട്, ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി രണ്ടും നമ്മൾ ഇതിനകത്ത് വരും, ഫാക്ട്സ് അബൌട്ട് കേരളയിൽ വരും. അപ്പൊ ഇവിടെ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സ് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ഇതിന് അഡീഷണലി എന്തെങ്കിലും നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കവിടെ വരിക ഇപ്പം മാറ്റങ്ങൾ, ഇപ്പം സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പൊതുഭരണം മാത്രമാണ് കൂട്ടിച്ചേർക്കപ്പെടുക. ബാക്കി ഏതൊരു എക്സാമിനും നമ്മൾ ഈ പോർഷൻസ് എല്ലാം തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഇതുകൂടി പഠിക്കേണ്ടി വരും, പൊതുഭരണങ്ങളുടെ ഭാഗം കൂടി ചേർത്ത് പഠിക്കേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് മുൻപുണ്ടായിരുന്ന സിലബസിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനില്ല, പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഡീഷണലി കുറച്ചുകൂടി പഠിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ഇതും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ദെൻ അടുത്തത് ജനറൽ ഇംഗ്ലീഷ്. അപ്പൊ ഈ ജനറൽ ഇംഗ്ലീഷിന്റെ പോർഷൻസ് നമുക്ക് ഏതൊരു എക്സാംസിനും വേണ്ടി, ഈവൻ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിന് സ്പെഷ്യലി, അപ്പൊ ഈ ഡിഗ്രി ലെവൽ എക്സാംസിന് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവണം? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഈ 3 പോർഷൻ 100% നമുക്ക് ചോദ്യങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഓൾമോസ്റ്റ് ടോപ്പിക്സ് എല്ലാം തന്നെ സിമിലർ ആണ്. അപ്പൊ അത്തരം നമ്മൾ ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷിന്റെ പാർട്ടിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ദെൻ റീജിയണൽ ലാംഗ്വേജ്. അപ്പൊ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അത് ബേസിക്കലി വരുന്നത് ഗ്രാമർ പോർഷനിൽ നിന്നായിരിക്കും നമുക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോസ്. ഓക്കെ, അപ്പം IT പോർഷൻസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് സയൻസിന് പകരം നമുക്ക് പ്രധാനമായിട്ട് ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പറയപ്പെടുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി പറയുമ്പോൾ സയൻസ് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സയൻസ് എന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം. ഈ സയൻസിന്റെ ചോദ്യങ്ങളുടെ കൂടെ തന്നെ നമ്മൾ അഡീഷണലി ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, അവരുടെ ഗ്രോത്ത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അത് ഡിഫൻസിന്റെ സെക്ടറിലായിരിക്കണം, അല്ലെങ്കിൽ മറ്റ് ഏരിയകളിലാണെങ്കിലും അത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. സ്പെഷ്യലി DRDO, ISR, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. DRDO, ISR മുതലായ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ദെൻ അതിനുശേഷം നമുക്ക് വരുന്നതിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? നമുക്ക് സയൻസ് മാറ്റി നിർത്തുകയാണെങ്കിൽ, സയൻസിന്റെ കൂടെ സയൻസ് ആൻഡ് ടെക്നോളജി കൂടി ആഡ് ചെയ്യപ്പെടുന്നു. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കൂടെ തന്നെ എന്ത് ആഡ് ചെയ്യപ്പെട്ട് വരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലസ് പൊതുഭരണം. അപ്പൊ ഈ പൊതുഭരണ സംവിധാനം കൂടി അതിലേക്ക് ചേർക്കേണ്ടതായിട്ട് വരും. ഈ മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് അതിൽ കാണപ്പെടുക. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ തന്നെയാണ്, സെയിം ആണ്. അപ്പം ഇതുവരെ നമുക്ക് ഒരു ഫൈനൽ സിലബസ് വരാത്തത് കൊണ്ട് നമ്മൾ ഈ സിലബസിനെ വെച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പഠിക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ഉണ്ടാവുകയില്ല. എങ്ങനെ നോക്കുകയാണെങ്കിലും ഈ തന്നേക്കുന്ന സിലബസിൽ നിന്ന് ഒന്നുപോലും നമുക്ക് മാറ്റി നിർത്തേണ്ടതായിട്ടില്ല. ഇതിൽ നിന്ന് അഡീഷണലി എന്തെങ്കിലും പഠിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് ഉണ്ടാവുക. സോ ആ കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും 10 ഭാഗങ്ങളാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട്, അപ്പൊ നമ്മൾ നോക്കുക, 9ാം മാസത്തോടു കൂടി ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് അവസാനിക്കപ്പെടും 23-ല്. അപ്പൊ 23 9ാം മാസത്തോടു കൂടി അവസാനിക്കപ്പെടും. അന്ന് മുതൽ പുതിയ ലിസ്റ്റ് നിലവിൽ വരുന്നു. അപ്പൊ ഈ 9 മാസത്തിനുള്ളിൽ നമുക്ക് പുതിയ ലിസ്റ്റ്, 23-ല് 9 മാസത്തിനുള്ളിൽ പുതിയ ലിസ്റ്റ് വരണം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് ഡിഫൈൻഡ് അല്ല, സിംഗിൾ ടയർ ആണോ 2 ടയർ ആണോ എക്സാം ഡിഫൈൻഡ് അല്ല. ഇതുവരെ നമുക്കതിന് ഒരു ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച സ്കോറിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇതിൽ നിന്ന് അഡീഷണലി എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വരുന്നത് റെയർ ഫാക്ട്സ് പോർഷനിൽ നിന്നായിരിക്കും. റെയർ ഫാക്ട്സ് എന്ന് പറയുമ്പം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ പൊതുവെ പറയുന്ന രീതികൾ തന്നെയാണ്. അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച സ്കോർ കണ്ടെത്തുക. ഓക്കെ, ഏറ്റവും മികച്ച സ്കോർ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കണ്ടെത്തുക. അതിനുശേഷം ഈ കാര്യങ്ങൾക്ക് പുറമെ നിന്ന് വരുന്ന കാര്യങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ റെയർ ഫാക്ട്സ് ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മികച്ച റാങ്കിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൽ വരുന്ന നമ്മൾ ഇപ്പോഴുള്ള ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, താഴെ പറയുന്ന പ്രസ്താവനകൾ A മുതൽ D വരെ വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടാതെ ABCD ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പൊ മുൻകാലങ്ങളിൽ നമുക്കൊരു ചോദ്യം തന്നിട്ട്, അതായത് ചോദ്യം ഇതാണ്, 53ാം ഭരണഘടനയുടെ പ്രധാന ഭേദഗതി ഏത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ നമുക്ക് 53ാം ഭേദഗതി പഠിച്ചാൽ നമുക്ക് അതിൽ നിന്നൊരു മാർക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. നമ്മൾ പഠിക്കുന്ന ഒരു സെക്ഷൻ മൊത്തമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ഇതിൽ നോക്കുക, 53ാം ഭരണഘടനയുടെ പ്രധാന ഭേദഗതി എന്ത് എന്നാണ് ചോദ്യം. സോ ആ ചോദ്യത്തിൽ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്കിലും നമ്മൾ അതിൽ തന്നിരിക്കുന്ന ആന്റി കൂറുമാറ്റ നിയമം, അതായത് ആന്റി ഡിഫെക്ഷൻ ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആന്റി ഡിഫെക്ഷൻ ലോ 52 ആണോ 53 ആണോ എന്നൊക്കെയാണ് ചോദ്യത്തിൽ ഉദ്ദേശിക്കുക. അത് മാത്രം അറിയുകയാണെങ്കിലും നമുക്കതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ അത് ഭാഷകളെ പ്രതിപാദിക്കുന്നതാണ് എന്നാണ് സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുക.
അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണോ എന്ന് തിരിച്ചറിയണം, 52 53 എന്ന് തിരിച്ചറിയാൻ പറ്റണം. അതായത് ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന 8ാം ഷെഡ്യൂൾ ആണോ എന്ന് തിരിച്ചറിയണം. ദെൻ 101 ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 246A പറയപ്പെടുന്നത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ തദ്ദേശ സ്വയംഭരണം 73ാം ഭരണഘടനാ ഭേദഗതിയാണോ എന്ന് തിരിച്ചറിയപ്പെടണം. അപ്പൊ ഈ 4 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അറിയാം, ബാക്കി 3 അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ബാക്കി 3 അറിയാം, ഒരെണ്ണം അറിയില്ലെങ്കിൽ നമുക്ക് അവിടെ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മളവിടെ പിന്നീട് പ്രയോറിറ്റി, അതായത് സാധ്യതകളെ അടിസ്ഥാനമാക്കി നമ്മൾ ആൻസറിലേക്ക് പോകാൻ ശ്രമിക്കും. നെഗറ്റീവ് മാർക്കിനുള്ള സാധ്യതകൾ നമുക്ക് വളരെ കൂടുതലായിരിക്കും ചെയ്യും. അതുകൊണ്ട് ഏത് ഭാഗങ്ങൾ പഠിക്കുകയാണെങ്കിലും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ദെൻ അടുത്ത നമ്മളൊരു ക്വസ്റ്റ്യൻ വേറെ ഒന്ന് കൂടി നോക്കുക. ഇപ്പൊ സയൻസിൽ നിന്ന് ചോദിക്കുന്ന, ഇപ്പൊ ഡിഗ്രി ലെവലുകൾ എക്സാമിന് സയൻസിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യം, ഇപ്പൊ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന എക്സാമുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണിത്. അതിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിലേക്കുള്ള 4 ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഒന്ന് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, പാൻക്രിയാസ് ഉൾപ്പെടുന്ന ഒരു എൻഡോക്രൈൻ രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. ശരിയാണോ തെറ്റാണോ നോക്കുക. ദെൻ സെക്കൻഡ് വൺ, ടൈപ്പ് 2 പ്രമേഹം ഒരിക്കൽ രോഗം നിർണയിച്ചാൽ രോഗി എല്ലായ്പ്പോഴും ഇൻസുലിൻ തെറാപ്പിയാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻസുലിൻ തെറാപ്പി അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 2 കാര്യങ്ങളും ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയപ്പെടണം. അതായത് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ, 2 കാര്യങ്ങളും അറിയണം. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ആൻസറിലേക്ക് വരാൻ കഴിയുക. അപ്പൊ നമുക്ക് നിലവിൽ PSC പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൽ ഏകദേശം 33% അത്രത്തോളം ചോദ്യങ്ങളാണ് നമുക്ക് നിലവിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കുക എന്ന് പറഞ്ഞു. എങ്കിൽ പോലും 33 ചോദ്യങ്ങളിൽ നിന്ന് കൂടുതൽ നമുക്ക് അടുത്ത എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് എക്സാമുകൾക്ക് 40 മുകളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫൈനലൈസ്ഡ് ആയിട്ട് ഇത്രയാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സാധ്യതയാണ്, ഇത്രത്തോളം ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാനാണ് കഴിയുക. അതുകൊണ്ട് തന്നെ ബേസ് എവിടെയും ക്ലിയർ ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പറയുന്നത് വിറ്റാമിനുകളും അവയുടെ അനുബന്ധ രോഗങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ഒന്ന് തിരഞ്ഞെടുക്കുക. കാൽസിഫെറോൾ റിക്കറ്റ്സ്, ടോക്കോഫെറോൾ പെലഗ്ര, റെറ്റിനോൾ നിശാന്തത, അസ്കോർബിക് ആസിഡ് സ്കെർവി. അപ്പൊ ഇതിൽ ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു ഭാഗം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതിന് സമാനമായിട്ട് അടുത്ത് പറയുന്നത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഹൃദയം മിടിക്കാൻ തുടങ്ങുന്നതും ഹൃദയമിടിപ്പ് കേൾക്കുന്നതും ജനനത്തിന് ശേഷമാണ്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഹൃദയം മിടിക്കാൻ തുടങ്ങുന്നത് ജനനത്തിന് ശേഷമാണോ അതിന് മുൻപാണോ? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ജനിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഭ്രൂണത്തിന്റെ വളർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ഏകദേശം 5.5 ആഴ്ചകൾക്കുള്ളിൽ തന്നെ എന്താരംഭിക്കാം? ഹൃദയമിടിപ്പ് ആരംഭിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതിന്റെ അടുത്തത്, സാധാരണ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് 60 മുതൽ 100 സ്പന്ദനങ്ങൾ പെർ മിനിറ്റ് ആണ്. അപ്പൊ നോർമലി നമ്മൾ പറയുമ്പോൾ 72 സ്പന്ദനങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ 60 to 100. ശരിയാണ് പ്രസ്താവന. ദെൻ വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് കുറയുന്നു. കാരണം കുറയുകയാണോ കൂടുകയാണോ നോക്കുക. സാധാരണ കൂടുകയായിരിക്കും സാധ്യത ഉണ്ടാവുക, അല്ലെ? കാരണം കൂടുതലായിട്ട് ഓക്സിജൻ ഇൻടേക്ക് ആൻഡ് നമുക്ക് ഓക്സിജൻ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയാണ് ചെയ്യുക. ദെൻ ആരോഗ്യകരമായ ഹൃദയം നിലനിർത്തുന്നതിന് വൈകാരികവും ശാരീരികവുമായ ആരോഗ്യം കൂടുതൽ പ്രധാനമാണ്. വളരെ ശരിയായിട്ടുള്ള ടൈം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പോ നമുക്കിനി ഈ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ലിസ്റ്റിലേക്ക് ഒരു മികച്ച റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നത് നോക്കാനായിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഓക്കെ, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാവുക. ഈ ധാരണകൾ ഉണ്ടെങ്കിൽ ഈ PSC എക്സാംസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്നവയാണ്. അപ്പോൾ ഒരുപാട് കാലം ഇരുന്ന് വർക്ക് ചെയ്താലേ PSC പരീക്ഷയിൽ മികച്ച റാങ്കിലേക്ക് എത്തൂ എന്നത് ഒരു മിഥ്യാധാരണയാണ്. കാരണം ഒരുപാട് കാര്യങ്ങളായിട്ട് ഇരുന്ന് പഠിക്കുന്നവർ പറയുന്ന ഒരു രീതിയാണ്, ഇത്ര 4 വർഷമായി അല്ലെങ്കിൽ 5 വർഷമായി ഞാൻ ഇരുന്ന് പഠിക്കുന്നു, അപ്പൊ ഇത്രയും കാലം ഇരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് ഒരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് അവരുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണത്. ഓക്കെ, കൃത്യമായിട്ട് ഏത് ഭാഗങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കൃത്യമായി റാങ്കിലേക്ക് എത്തിപ്പെടാനായിട്ടും കഴിയും.
ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളെയും വിലയിരുത്തി നമുക്ക് അത് പഠിച്ചു പോകാൻ ശ്രമിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസിന്റെ 10 പോർഷൻസ്, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ എവിടേക്കാണ് മാറ്റങ്ങൾ വരിക എന്ന് നമ്മൾ പറഞ്ഞത്, ആ പോർഷൻസിൽ നിന്ന് ഉള്ള ഭാഗങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സ്ട്രാറ്റജിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു റെഗുലർ ബേസിസിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിൽ റാങ്കിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയും. സോ ഓരോരുത്തരും കൃത്യമായി അതിന് എയ്സിനെ ഫോളോ ചെയ്യുക. എയ്സിൽ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന ആ സ്ട്രാറ്റജിയെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും പ്രസ്റ്റീജിയസ് പോസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് കഴിയും. സോ 1000ഓളം ഒഴിവുകളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ നിലവിൽ പറഞ്ഞു 1000ഓ അതിൽ കൂടുതലോ ഒഴിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം 2016 നടന്ന എക്സാം ഏറ്റവും ആദ്യത്തെ എക്സാം ആയിരുന്നു. ഏകദേശം 2000ഓളം ഒഴിവുകളാണ് അതിൽ, 2000ഓ 2000-ലധികമോ നിയമനങ്ങളാണ് അതിൽ നടന്നിരുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നതിൽ ഇപ്പോഴും റണ്ണിങ്ങിലാണ്, അതായത് 2 വർഷം കംപ്ലീറ്റഡ് ആണ്, 3ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ലിസ്റ്റ് ഉള്ളത്. ആ 3ാമത്തെ വർഷത്തിൽ തന്നെ കൂടുതൽ ഭാഗവും ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1000ഓളം നിയമനങ്ങൾ 100% ആ ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ തുടർന്ന് വരുന്ന ലിസ്റ്റിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന 1000ഓളം അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒഴിവുകളായിരിക്കും. ആ ഒഴിവുകളിലൊന്ന് നമുക്കുള്ളതാക്കി മാറ്റാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് ശ്രമിക്കാം എയ്സിനൊപ്പം. താങ്ക് യു.